നമസ്കാരം. സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ പൂർണ്ണമായും PSC പഠിക്കാൻ തുടങ്ങുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. പഠിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. എന്ത് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. PSC പഠനത്തിൽ ഒരു ബേസും ഇല്ലാത്തവരാണെങ്കിൽ SCERT ബുക്കിൽ നിന്ന് പഠിച്ചു തുടങ്ങുന്നതാണ് നിങ്ങളുടെ പഠനത്തിന് ഒരു അടിത്തറയുണ്ടാകാൻ നല്ലത്. പ്രധാനമായും 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിൽ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കേണ്ടതുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകും. നമുക്ക് ആദ്യം 10ാം ക്ലാസ് +2 പരീക്ഷകൾക്കുള്ള, അത് പ്രിലിമിനറി ആയാലും മെയിൻ എക്സാമിനായാലും അതിനുള്ള സിലബസുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ പൂർണ്ണമായും മാറി പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ നിലവിൽ വന്നിട്ടുണ്ട്. എന്നാൽ 2, 6, 8, 10 ക്ലാസ്സുകളിലെ 1ാം ഭാഗം ബുക്കുകൾ പുതിയതുണ്ടെങ്കിലും 2ാം ഭാഗം ബുക്കുകൾ ഓണപരീക്ഷകൾക്ക് ശേഷം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. പഴയ ബുക്കിൽ കുറച്ചുകൂടി ഫാക്റ്റുകൾ ഉൾപ്പെടുത്തിയാണ് പുതിയ ബുക്കുകൾ വന്നിരിക്കുന്നത്. അവസാനം നടന്ന അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാമിന് പോലും പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പഴയ ബുക്ക് പഠിച്ച ശേഷം പുതിയ ബുക്ക് വായിക്കുകയാണെങ്കിൽ കുറച്ച് പോയിൻ്റുകൾ അതിൽ ചേർത്ത് പഠിച്ചാൽ മതിയാകും. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഴയ ബുക്കോ പുതിയ ബുക്കോ പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പഴയ 5 മുതൽ 10 വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് സിലബസുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതെന്നാണ് പറയുന്നത്. 6, 8, 10 ക്ലാസ്സുകളിലെ 2ാം ഭാഗം ടെക്സ്റ്റ് ബുക്കുകൾ കൂടി ലഭ്യമായ ശേഷം പുതിയ ബുക്കുകളിൽ നിന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണമെന്ന ഒരു വീഡിയോ ചെയ്യാം. സിലബസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ SCERT ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ചാപ്റ്ററുകൾ. ഇതിൽ 5ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഇന്ത്യ, അതുപോലെ 7ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ ഇന്ത്യയിലൂടെ, 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ഇന്ത്യ, 10ാം ക്ലാസ്സിലെ തന്നെ 8ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഇത്രയുമാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട SCERT ചാപ്റ്ററുകൾ. ഇനി ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് 7ാം സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3 ചെറുത്തുനിൽപ്പും 1ാം സ്വാതന്ത്ര്യ സമരവും, അതുപോലെ ചാപ്റ്റർ 4 ഇന്ത്യ പുതുയുഗത്തിലേക്ക്, ചാപ്റ്റർ 9 ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും, പിന്നെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും, ചാപ്റ്റർ 5 സംസ്കാരവും ദേശീയതയും, ചാപ്റ്റർ 6 സമരവും സ്വാതന്ത്ര്യവും, ചാപ്റ്റർ 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഇത്രയുമാണ് ഇന്ത്യ ചരിത്രത്തിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ. PSC പരീക്ഷകളിലെ ഒരു പ്രധാന ടോപ്പിക്കായ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ചാപ്റ്ററുകൾ: 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 ജനാധിപത്യവും അവകാശങ്ങളും, 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 നമ്മുടെ ഭരണഘടന, 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 നമ്മുടെ ഗവൺമെൻറ്, 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, 9ാം സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 8 തിരഞ്ഞെടുപ്പും ജനാധിപത്യവും, 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 പൊതുഭരണം. ഇത്രയുമാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ. അടുത്തത് കേരളം അടിസ്ഥാന വിവരങ്ങൾ. അതിൽ 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ കേരളക്കരയിൽ, 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ മണ്ണും മഴയും മനുഷ്യനും, 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററായ വൈവിധ്യം നിലനിൽപ്പിന്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ നവകേരള സൃഷ്ടിക്കായി, അതുപോലെ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 അറിവിൻ്റെ ജാലകങ്ങൾ, അതുപോലെ 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ജീവൻ്റെ ചെപ്പുകൾ,
6-ാം ക്ലാസ്സിലെ 10-ാമത്തെ ചാപ്റ്റർ രൂപത്തിലും ഫലത്തിലും, 7-ാം ക്ലാസ്സിലെ 4-ാമത്തെ ചാപ്റ്റർ അന്നപഥത്തിലൂടെ, 8-ാമത്തെ ചാപ്റ്റർ പ്രാണവായുവും ജീവരക്തവും, 8-ാം ക്ലാസ്സിലെ 1-ാമത്തെ ചാപ്റ്റർ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, 2-ാമത്തെ ചാപ്റ്റർ കോശജാലങ്ങൾ, 14-ാമത്തെ ചാപ്റ്റർ തലമുറകളുടെ തുടർച്ചയ്ക്ക്, 9-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 ആഹാരം അന്നപഥത്തിൽ, ചാപ്റ്റർ 3 ലഘുപോഷകങ്ങൾ കോശത്തിലേക്ക്, ചാപ്റ്റർ 4 ഊർജത്തിനായി ശ്വസിക്കാം, ചാപ്റ്റർ 5 വിസർജനം സമസ്ഥിതി പാലനത്തിന്, ചാപ്റ്റർ 6 ചലനത്തിന് ജീവശാസ്ത്രം, ചാപ്റ്റർ 7 വിഭജനം വളർച്ചയിലേക്ക്. 10-ാം ക്ലാസ്സിലെ 1-ാമത്തെ ചാപ്റ്റർ അറിയാനും പ്രതികരിക്കാനും, 2-ാമത്തെ ചാപ്റ്റർ അറിവിൻ്റെ വാതായനങ്ങൾ, 3-ാമത്തെ ചാപ്റ്റർ സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ, 5-ാമത്തെ ചാപ്റ്റർ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ, 6-ാമത്തെ ചാപ്റ്റർ ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ. ഇനി ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും എന്ന ടോപ്പിക്കിൽ 6-ാം ക്ലാസ്സിലെ 5-ാമത്തെ ചാപ്റ്ററായ ആഹാരം ആരോഗ്യത്തിന്, രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക്കിൽ 5-ാം ക്ലാസ്സിലെ 8-ാമത്തെ ചാപ്റ്ററായ അകറ്റി നിർത്താം രോഗങ്ങളെ, അതുപോലെ 10-ാം ക്ലാസ്സിലെ 4-ാമത്തെ ചാപ്റ്ററായ അകറ്റി നിർത്താം രോഗങ്ങളെ. കേരളത്തിൻ്റെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളെക്കുറിച്ച് പഠിക്കുന്നതിന് 5-ാം ക്ലാസ്സിലെ 4-ാമത്തെ ചാപ്റ്റർ വിത്തിനുള്ളിലെ ജീവൻ, 7-ാം ക്ലാസ്സിലെ 1-ാമത്തെ ചാപ്റ്റർ മണ്ണിൽ പൊന്നു വിളയിക്കാം, 10-ാം ക്ലാസ്സിലെ 8-ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം. വനങ്ങളും വനവിഭവങ്ങളും എന്ന ടോപ്പിക്കിൽ 6-ാം ക്ലാസ്സിലെ 6-ാമത്തെ ചാപ്റ്റർ ഒന്നിച്ചു നിൽക്കാം, 6-ാം ക്ലാസ്സിലെ തന്നെ 12-ാമത്തെ ചാപ്റ്റർ പ്രകൃതിയുടെ വരദാനം, 7-ാം ക്ലാസ്സിലെ 6-ാമത്തെ ചാപ്റ്റർ നിർമ്മലമായ പ്രകൃതിക്കായി. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന ടോപ്പിക്കിൽ 8-ാം ക്ലാസ്സിലെ 10-ാമത്തെ ചാപ്റ്റർ ഭൂമിയുടെ പുതപ്പ്, 12-ാമത്തെ ചാപ്റ്റർ ഭൂമിയിലെ ജലം, 13-ാമത്തെ ചാപ്റ്റർ വൈവിധ്യം നിലനിൽപ്പിന്. ഇനി കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്ന ടോപ്പിക്കിൽ 6-ാം ക്ലാസ്സിലെ 9-ാമത്തെ ചാപ്റ്റർ ചേർക്കാം പിരിക്കാം, 8-ാം ക്ലാസ്സിലെ 4-ാമത്തെ ചാപ്റ്റർ പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ, 9-ാം ക്ലാസ്സിലെ 1-ാമത്തെ ചാപ്റ്റർ ആറ്റത്തിൻ്റെ ഘടന, 10-ാം ക്ലാസ്സിലെ 2-ാമത്തെ ചാപ്റ്റർ വാതക നിയമങ്ങളും മോൾ സങ്കല്പവും. അയിരുകളും ധാതുക്കളും എന്ന ടോപ്പിക്കിൽ 10-ാം ക്ലാസ്സിലെ 4-ാമത്തെ ചാപ്റ്ററായ ലോഹനിർമ്മാണം, 5-ാമത്തെ ചാപ്റ്ററായ അലോഹ സംയുക്തങ്ങൾ. മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന ടോപ്പിക്കിൽ 8-ാം ക്ലാസ്സിലെ 7-ാമത്തെ ചാപ്റ്ററായ ലോഹങ്ങൾ, 9-ാം ക്ലാസ്സിലെ 4-ാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ, 10-ാം ക്ലാസ്സിലെ 1-ാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. ഹൈഡ്രജൻ ഓക്സിജൻ എന്ന ടോപ്പിക്കിൽ 9-ാം ക്ലാസ്സിലെ 6-ാമത്തെ ചാപ്റ്ററായ അലോഹങ്ങൾ. രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന ടോപ്പിക്കിൽ 5-ാം ക്ലാസ്സിലെ 2-ാമത്തെ ചാപ്റ്ററായ ജീവജലം, 7-ാം ക്ലാസ്സിലെ 3-ാമത്തെ ചാപ്റ്ററായ ആസിഡും ആൽക്കലികളും, 10-ാമത്തെ ചാപ്റ്ററായ സുരക്ഷ ഭക്ഷണത്തിലും, 8-ാം ക്ലാസ്സിലെ 15-ാമത്തെ ചാപ്റ്റർ ലായനികൾ, 16-ാമത്തെ ചാപ്റ്റർ ജലം, 17-ാമത്തെ ചാപ്റ്റർ ഫൈബറും പ്ലാസ്റ്റിക്കുകളും, 9-ാം ക്ലാസ്സിലെ 5-ാമത്തെ ചാപ്റ്റർ ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ, 10-ാം ക്ലാസ്സിലെ 7-ാമത്തെ ചാപ്റ്റർ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ. ഇനി ഫിസിക്സിലെ ദ്രവ്യവും പിണ്ഡവും എന്ന ടോപ്പിക്കിൽ 8-ാം ക്ലാസ്സിലെ 4-ാമത്തെ ചാപ്റ്ററായ പദാർത്ഥ സ്വഭാവം, 8-ാം ക്ലാസ്സിലെ തന്നെ 8-ാമത്തെ ചാപ്റ്ററായ അളവുകളും യൂണിറ്റുകളും, പ്രവൃത്തിയും ഊർജവും എന്ന ടോപ്പിക്കിൽ 5-ാം ക്ലാസ്സിലെ 5-ാമത്തെ ചാപ്റ്ററായ ഊർജത്തിൻ്റെ ഉറവിടം, 6-ാം ക്ലാസ്സിലെ 2-ാമത്തെ ചാപ്റ്ററായ മാറ്റത്തിൻ്റെ പൊരുൾ, 9-ാം ക്ലാസ്സിലെ 5-ാമത്തെ ചാപ്റ്ററായ പ്രവൃത്തി പവർ ഊർജം, 10-ാം ക്ലാസ്സിലെ 7-ാമത്തെ ചാപ്റ്ററായ ഊർജ പരിപാലനം. താപവും ഊഷ്മാവും എന്ന ടോപ്പിക്കിൽ 7-ാം ക്ലാസ്സിലെ 7-ാമത്തെ ചാപ്റ്ററായ മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും, 7-ാം ക്ലാസ്സിലെ 9-ാമത്തെ ചാപ്റ്ററായ താപമൊഴുകുന്ന വഴികൾ. ഇനി പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും എന്ന ടോപ്പിക്കിൽ ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന 5-ാം ക്ലാസ്സിലെ 6-ാമത്തെ ചാപ്റ്റർ,
6-ാം ക്ലാസ്സിലെ 4-ാമത്തെ ചാപ്റ്ററായ ചലനത്തിനൊപ്പം 8-ാം ക്ലാസ്സിലെ 9-ാമത്തെ ചാപ്റ്ററായ ചലനം, 10-ാമത്തെ ചാപ്റ്ററായ ബലം, 9-ാം ക്ലാസ്സിലെ 2-ാമത്തെ ചാപ്റ്ററായ ചലന സമവാക്യങ്ങൾ, 3-ാമത്തെ ചാപ്റ്ററായ ചലനവും ചലന നിയമങ്ങളും, 4-ാമത്തെ ചാപ്റ്ററായ ഗുരുത്വാകർഷണം. ശബ്ദവും പ്രകാശവും എന്ന ടോപ്പിക്കിൽ 7-ാം ക്ലാസ്സിലെ 2-ാമത്തെ ചാപ്റ്ററായ പ്രകാശവിസ്മയങ്ങൾ, 8-ാം ക്ലാസ്സിലെ 18-ാമത്തെ ചാപ്റ്ററായ പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ, 19-ാമത്തെ ചാപ്റ്ററായ ശബ്ദം, 9-ാം ക്ലാസ്സിലെ 7-ാമത്തെ ചാപ്റ്ററായ തരംഗചലനം, 10-ാം ക്ലാസ്സിലെ 4-ാമത്തെ ചാപ്റ്റർ പ്രകാശത്തിൻ്റെ പ്രതിപതനം, 5-ാമത്തെ ചാപ്റ്റർ പ്രകാശത്തിൻ്റെ അപവർത്തനം, 6-ാമത്തെ ചാപ്റ്റർ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. സൗരയൂഥവും സവിശേഷതകളും എന്ന ടോപ്പിക്കിൽ 5-ാം ക്ലാസ്സിലെ 3-ാമത്തെ ചാപ്റ്റർ മാനത്തെ നിഴൽ കാഴ്ചകൾ, 5-ാമത്തെ ചാപ്റ്റർ പ്രപഞ്ചം എന്ന മഹാത്ഭുതം, 9-ാമത്തെ ചാപ്റ്റർ ബഹിരാകാശ വിസ്മയങ്ങളുടെ ലോകം, 6-ാം ക്ലാസ്സിലെ 8-ാമത്തെ ചാപ്റ്റർ തിങ്കളും താരങ്ങളും. ഇത്രയുമാണ് SCERT ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പഴയ SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ PSC സിലബസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ചാപ്റ്ററുകൾ പഠിക്കണമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടതെന്ന വീഡിയോയുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.